ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊന്നൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് മാർച്ച് 2-ാം തീയതിയാണ് കേട്ടോ. അനിയത്തിയുടെ വളകാപ്പ് ചടങ്ങിൻ്റെ ആ ഒരു ഫംഗ്ഷനാണെന്ന്. സാധാരണ വളകാപ്പ് ചടങ്ങ് ഒരു 7 മാസം 9 മാസം അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. ഇപ്പോൾ അനിയത്തിക്ക് 9 മാസമാണ്. അവളിവിടെ അല്ലായിരുന്നു, അങ്ങ് കൊച്ചിയിലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് വീട് അങ്ങ് തേനിയിലാണ്. അപ്പോൾ ലീവും അവൾ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ലീവിൻ്റെ ആ ഒരു ഇത് വന്നതുകൊണ്ട് 9 മാസത്തിൽ നമ്മൾ ആ ചടങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൾ തേനിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചടങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടി മാർച്ച് 2-ാം തീയതി സൺഡേ രാവിലെ 2 മണിയായപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിലാണ് നമ്മൾ. കാരണം ഒരു 9 മണിക്കൂറുള്ള യാത്രയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വെളുപ്പിന് ഒരു 2 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയം പറയുന്നത് രാവിലെ 11:30 മണിക്കാണ് സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസമൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ. പലഹാരത്തിൻ്റെ പൊതിയലും അങ്ങനെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അങ്ങനെ അതെല്ലാം അറേഞ്ച് ചെയ്ത് നമ്മളിതാ ഒരു 2 മണിയൊക്കെ ആയപ്പം ഇറങ്ങുകയാണ്. ഒരു 1-1:30 മണിയൊക്കെ ആയപ്പോഴത്തേനും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പലഹാരങ്ങൾ ഒരു 9 കൂട്ടം പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു, എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. ഇപ്പം ഈ ഇതിലിരിക്കുന്നത് അമ്മ കൊണ്ടുപോവേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അതിൽ ഒരു നമ്മളിവിടെ പറയുന്നത് ഒരു പാത്രത്തിൽ, സ്റ്റീലോ വെങ്കലോ നമുക്ക് എന്താണ് നമ്മുടെ ഒരു തൃപ്തിക്ക് അനുസരിച്ച് ഒരു പാത്രത്തിൽ ഈ 9 കൂട്ടം പലഹാരങ്ങൾ ഒരു 3-4 വെച്ച് ഓരോന്നും 3-4 എണ്ണം വെച്ചിട്ട് അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അമ്മയാണ് വലതുകാല് വെച്ച് കൊണ്ട് കയറാനുള്ളത്. ഇതിൽ നിന്നാണ് പലഹാരങ്ങൾ എടുത്ത് അവൾക്ക് കൊടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ പേപ്പറൊക്കെ വെച്ചിട്ട് വായു കിടക്കാത്ത വിധം പേപ്പറൊക്കെ വെച്ച് കെട്ടി അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ കേട്ടോ. ഇപ്പോൾ കെട്ടുന്നത് എൻ്റെ അപ്പൂപ്പനാണ്. ഇത് അച്ഛനും കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വളരെ കുറച്ച് പേര് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് കവിയാണ്. അപ്പോൾ കവിയുടെ വീട്ടിൽ ഒരുപാട് റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വളരെ കുറച്ച് പേര് പോകുന്നപ്പോൾ എല്ലാവരും റിലേറ്റീവ്സിന് ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരാനൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത് ഉള്ള റിലേറ്റീവ്സിനെ മാത്രം വിളിച്ച് നമ്മൾ നടത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ 2 മണിയൊക്കെ ആയപ്പം നമ്മൾ തിരിച്ചു. പലഹാരങ്ങളൊക്കെ നേരത്തെ അങ്ങോട്ട് അകത്തോട്ട് കയറ്റി കേട്ടോ. വണ്ടിയുടെ ബാക്ക് ഡിക്കിയിൽ അമ്മ ചിരിച്ചുകൊണ്ട് അങ്ങനെ കയറുകയാണ്. അമ്മ എടുത്ത് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തിരിഞ്ഞൊന്ന് നോക്കെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ അങ്ങനെ തിരിഞ്ഞു. അങ്ങനെ നമ്മളത് അകത്ത് കയറുക. അങ്ങനെ നമ്മൾ തേനിയിലെ ഒരു വളകാപ്പ് ചടങ്ങ് കാണാം കേട്ടോ. നിങ്ങൾക്ക് കൂടെ അതൊന്ന് കാണിച്ചു തരാം. വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് തമിഴ്നാടോട്ട് പോകുമ്പോൾ ഒരു വളകാപ്പ് ചടങ്ങ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്താം കേട്ടോ. അങ്ങനെ നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തി കേട്ടോ. തേനി എത്താനായിട്ട് ഒരു 50 കിലോമീറ്റർ മുമ്പായിട്ട് ഒരു 8-8:30 മണിയൊക്കെ ആയപ്പോഴത്തേനെ നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേ. അങ്ങനെ അവിടെ ഒരു ഹോട്ടലിൽ നിർത്തി നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടി കയറി. നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലോട്ട് പോകുമ്പോഴാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ വില മനസ്സിലാകുന്നത് കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിലൊന്നും കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലെ പോലെ അല്ലാന്നുണ്ടെങ്കിലും വിശപ്പ് അകറ്റാം. പക്ഷേ സർവീസ് വളരെ മോശമായിരുന്നു കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ഷിജിന. അപ്പോൾ അവളും കൂടെ വന്നിട്ടുണ്ട് നമ്മളെ കൂടെ. ഞാൻ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അവൾക്ക് നോമ്പും കൂടെയാണ്. അപ്പോൾ അന്നത്തെ ദിവസം അവൾ നോമ്പ് എടുത്തില്ല, നമ്മളെ കൂടെ വന്നു. എൻ്റെ ഒരു സന്തോഷത്തിൽ അവളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ദോശ കൊണ്ടുവന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ സാമ്പാർ കൊണ്ടുവന്നത്. ആദ്യമേ ഇല വെച്ചിട്ട് ബാക്കി ചട്നികളെല്ലാം അങ്ങോട്ട് നിരത്തി കേട്ടോ. വെള്ള ചട്നി ഉണ്ടായിരുന്നു, പുതിന ചട്നി ഉണ്ടായിരുന്നു, ചട്നികളെല്ലാം അങ്ങോട്ട് ഇട്ടു. പക്ഷേ ദോശയും കറിയൊക്കെ വരാനായിട്ട് കുറേ താമസിച്ചു. നമ്മളെ കൂടെ ഉള്ളവർക്കും കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് പിന്നെ കിട്ടിയത്. അതിന് സർവീസ് വളരെ മോശമായിരുന്നു കേട്ടോ. ഫുഡ് കുഴപ്പമില്ല, നമുക്ക് വിശപ്പ് മാറ്റാം. പക്ഷേ സർവീസ് വളരെ മോശമായിരുന്നു. വണ്ടിയിൽ കുറേ നേരം കിടന്ന് ഉറങ്ങി. ഒരു 11:30 മണിക്ക് ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് കിടക്കാൻ നമ്മൾ കവിയുടെ വീട്ടിൽ എത്തി കേട്ടോ. അങ്ങനെ വണ്ടി അവിടെ നിർത്തി നമ്മളിതാ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. കുറേ പെട്ടികളുണ്ടല്ലോ. അമ്മ നേരത്തെ പാക്ക് ചെയ്തില്ലേ, പേപ്പറൊക്കെ വെച്ച് കെട്ടിയില്ലായിരുന്നോ,
ആ പാത്രത്തിലുള്ളത് അമ്മ എടുത്തു ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. ബാക്കി കൂടെ ഉള്ളവരെല്ലാവരും ഓരോ പെട്ടി വെച്ചിട്ട് അങ്ങനെ എടുക്കാൻ കേട്ടോ. എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് പറഞ്ഞില്ലല്ലോ. അരിമുറുക്കുണ്ടായിരുന്നു, പിന്നെ നെയ്യപ്പമുണ്ട്, ലഡു, ജിലേബി, പിന്നെ കേക്ക് എന്ന് പറയുമ്പം വെട്ടി കേക്ക് ഉണ്ടല്ലോ അതുണ്ട്, പിന്നെ 2 ഐറ്റം മടക്കസ ഉണ്ടായിരുന്നു, പിന്നെ വേറെ മൊത്തം 9 കൂട്ടുണ്ടായിരുന്നു. മുന്തിരിക്കൊത്ത്, അച്ചപ്പം, അങ്ങനെ 9 കൂട്ടം പലഹാരങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പം അത് ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിലായിട്ട് അങ്ങനെ എടുത്ത് വെച്ച് നമ്മളത് ഇങ്ങനെ നടക്കാൻ കേട്ടോ. വണ്ടി കുറേ അങ്ങോട്ടാണ് പാർക്ക് ചെയ്തത്, കാരണം അടുപ്പിച്ചടുപ്പിച്ച് വീടുകളാണ് ഈ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരെയാണ് കേട്ടോ വണ്ടി നിർത്തിയതും. എന്നിട്ട് കുറച്ച് നടന്നു. ഇതാണ് കവിയുടെ വീട് കേട്ടോ. കവിത ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അമ്മ ബാക്കിലായിപ്പോയി. അമ്മയാണ് ആദ്യം വലതായാലും കൊണ്ട് കയറേണ്ടത്. പിന്നെ അമ്മ ബാക്കിലായതുകൊണ്ട് ഈ കയ്യിൽ സാധനങ്ങൾ വെച്ചുകൊണ്ട് നിൽക്കാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് അമ്മാമ്മയൊക്കെ അങ്ങോട്ട് മുകളിലോട്ട് കയറി. ഇതാ ചുരിദാർ ഇട്ടിക്കുന്നതാണ് കവിയുടെ അനിയത്തി നീതു. ഇതാ ഇവിടെ നിൽപ്പുണ്ട്. അനിയത്തിൻ്റെ പേര് നീതുവാണ് കേട്ടോ വീട്ടിൽ വിളിക്കുന്നത്. ഇതാണ് അനിയത്തി ഇതാ നിൽപ്പുണ്ട്. വല്യമ്മയൊക്കെ കയറി, വല്യമ്മ അമ്മയൊക്കെ കയറി, ഇതാ ഞാൻ കയറി. ഇതാ അങ്ങനെ വീട്ടിനകത്തോട്ട് കയറിയപ്പോൾ കണ്ട ഫ്രൂട്ട്സും പിന്നെ ഹാരവും അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ നമ്മുടെ പെട്ടിയും കൂടെ എടുത്തങ്ങ് വെച്ചു കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് അവരുടെ റിലേറ്റീവ്സ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നേ. അവർക്കൊക്കെ നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നമ്മൾ കേരളത്തിൽ നിന്ന് വന്നവരൊക്കെ അവർക്ക് നമ്മൾ ആദ്യമായിട്ട് അവൻ്റെ വീട്ടിൽ പോയപ്പോഴും അതുപോലെ തന്നെയായിരുന്നു. ഭയങ്കര സ്നേഹമാണ്. അവളെ അങ്ങനെയാണ് അവർ നോക്കണതും. ഇതാണ് കവി കേട്ടോ. ഇതാണ് കാവ്യ. കാവ്യ നന്നായിട്ട് പടമൊക്കെ വരയ്ക്കും കേട്ടോ. നല്ല ഡ്രോയിങ് കാര്യമാണ്. അവൾ വരച്ച ചിത്രങ്ങൾ ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചടങ്ങ് തുടങ്ങി. എത്താനായിട്ട് കുറച്ചൊന്ന് എന്നാലും ഒരു 10-20 മിനിറ്റ് കിടന്നു. പിന്നെ അവിടെ പോയിട്ട് ചെയ്യേണ്ട കുറച്ച് ചടങ്ങുണ്ടായിരുന്നു കേട്ടോ. അതാ നമ്മൾ പോയ കറക്റ്റ് സമയത്ത് തന്നെ ചടങ്ങ് തുടങ്ങി. ആദ്യം തന്നെ സഹോദരി പൂ വച്ചൊക്കെ കൊടുത്തു. എന്നിട്ട് 2 പേർക്ക് മാല ഇട്ട് കൊടുത്തു കേട്ടോ. ഹാരമാല അവൾക്കും ഇട്ട് കൊടുത്തു, കവിക്കും ഇട്ട് കൊടുത്തു. അത് കവിയുടെ സിസ്റ്ററാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞളും ചന്ദനവും കുപ്പിവള ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. നീതുവിന് മാത്രമല്ല കവിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 പേർക്കും മഞ്ഞളും ചന്ദനവും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് കുപ്പികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, പൂവൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരായിട്ട് വന്ന് അവർക്ക് കുപ്പിവള പലഹാരങ്ങളൊക്കെ കൊടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അമ്മ വന്നിട്ട് നമ്മുടെ ഒരു ചടങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോ പലഹാരങ്ങളായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് അവരുടെ ഒരു രീതി ഉണ്ടല്ലോ, മഞ്ഞളും ചന്ദനവും അതാദ്യമേ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കവിക്കും നീതുവിനും ആദ്യമേ അമ്മ മഞ്ഞളും ചന്ദനമൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പലഹാരങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ പലഹാരം അമ്മ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട്. അവളിടയ്ക്ക് പറയണം, അമ്മ കുറച്ച് തന്നാൽ മതി എന്ന്. അമ്മയുടെ മനസ്സിൻ്റെ നിറവ് പോലെ തന്നെ കൈക്ക് നല്ല നിറവാണ് കേട്ടോ. കുറച്ചൊന്നുമല്ല, അമ്മ 3 പ്രാവശ്യം കൊടുക്കുമ്പോൾ അമ്മ ആദ്യം കൊടുക്കുന്നതല്ല. അപ്പോൾ അമ്മ കൊടുക്കുമ്പോൾ 3 പ്രാവശ്യം കൊടുക്കണം, അങ്ങനെയാണ്. അപ്പോൾ ഓരോ പലഹാരത്തിൽ നിന്ന് 3 പ്രാവശ്യം കൊടുത്തപ്പോൾ തന്നെ അവൾക്ക് ഇത് എല്ലാവരും കൂടെ കൊടുത്തപ്പോൾ തന്നെ അവൾക്ക് വയറങ്ങ് നിറഞ്ഞു പോയി. ഇതായത് ആദ്യം നിൽക്കുന്നതിൻ്റെ വല്യമ്മയാണ് കേട്ടോ. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമ്മൂമ്മയാണ്. പിന്നെ അത് അടുത്ത് നിൽക്കുന്നത് മാമിയാണ്, അച്ഛൻ്റെ സഹോദരിയാണ് കേട്ടോ, ചുരിദാറിട്ട് നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും കൊടുത്തപ്പോൾ തന്നെ അവൾക്കങ്ങ് വയറ് വീർത്തു പോയി. പിന്നെ ഇപ്പോൾ തൊട്ട് ചുരിദാറിട്ട് നിൽക്കുന്നത് അമ്മയുടെ ഫ്രണ്ടാണ്. അപ്പം എല്ലാവരും കൊടുത്തു. അപ്പം കവിയുടെ വീട്ടുകാർ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കൊടുത്തത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഊഴമാണ്.
ഞാൻ വളരെ കുറച്ച് അവൾക്ക് വായിൽ വെച്ച് കൊടുത്തോളൂ. അപ്പോൾ കവി പറയുകയാണ്, ചേച്ചി വളരെ കുറച്ച് വായിൽ വെച്ചിരുന്നു, അപ്പോൾ മധുരമല്ലേ, ഒന്നാമത് മധുരം, പിന്നെ ഇത് മാത്രമല്ലല്ലോ അതിന് ഫുഡ് കഴിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ആണ് വായിൽ വെച്ച് കൊടുത്തത്. അങ്ങനെ പലഹാരങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ അവൾക്ക് ഒന്നാമത് ചൂട്, ഒന്നാമത് ഇപ്പോൾ ഭയങ്കര ചൂട് കാലാവസ്ഥയല്ലേ, ഇതെല്ലാം കൂടെ ഇട്ട് കഴിക്കുമ്പോൾ തന്നെ അവൾക്ക് എന്തോ പോലൊരു വിമ്മിഷ്ടമായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഫുഡിന് തൈര് സാദം, ലെമൺ റൈസ്, പിന്നെ തക്കാളി റൈസ്, പിന്നെ വെജ് ബിരിയാണി, വൈറ്റ് റൈസ്, സാമ്പാർ, കേസരി, ഉഴുന്നുവട, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചേട്ടൻ്റെ അടുത്തിരുന്നില്ല, ചേട്ടൻ നേരെ ഓപ്പോസിറ്റാണ് ഇരുന്ന് വീഡിയോ എടുത്തത്. ചേട്ടൻ്റെ അടുത്തിരുന്ന എന്തെങ്കിലുമൊക്കെ കോമഡി പറഞ്ഞൊക്കെ ഇരിക്കും, തിന്നാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ചേട്ടൻ്റെ അടുത്തിരുന്നില്ല, ഞാൻ അങ്ങ് മാറിയിരുന്നിട്ട് നമ്മളിതാ എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ ഫുഡ് പോലെ അല്ലല്ലോ, വ്യത്യാസം ഉണ്ടാവുമല്ലോ. പിന്നെ ഇത് കാവ്യ വരച്ച ചിത്രങ്ങളാണ്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അപ്ലോഡ് ചെയ്യുന്ന ഇതിൻ്റെ ഇടയിൽ. ഇത് കാവ്യ വരച്ച ചിത്രങ്ങളാണ്, നന്നായിട്ട് അവൾ പടം വരയ്ക്കും കേട്ടോ. ഇഷ്ടമായില്ലേ നിങ്ങൾക്ക്? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. നല്ല ചിത്രങ്ങളാണ് അതൊക്കെ. നമുക്ക് ഇതൊക്കെ ദൈവം കൊടുക്കുന്ന ഭാഗ്യമാണ്, ഇങ്ങനത്തെ കഴിവുകളൊക്കെ. ആ ഒരു എന്താണ്, ഇത്രയും ഒരു പെർഫെക്റ്റായിട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവൾ വരച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഭഗവാൻ കൊടുക്കുന്ന കഴിവുകളാണ്, അതൊക്കെ നമ്മൾ അംഗീകരിക്കണ്ടേ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയിൽ അത് കാണിക്കണമെന്ന് തോന്നി, അങ്ങനെ ഇടുന്നതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി ലാസ്റ്റ് ഇനി ഫുഡ് കഴിച്ച് നമ്മളത് ഇറങ്ങാൻ പോവാണ്. ഇറങ്ങാൻ നേരത്തുള്ള ചടങ്ങാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തേനിയിലെ ചടങ്ങ്. തേനി എന്ന് പറയുമ്പോൾ തമിഴ്നാട് ഭാഗത്ത് ഈ വളകാപ്പ് ചടങ്ങ് ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നീതുവിനെ കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കവിയുടെ 2 സിസ്റ്റേഴ്സ് ഇങ്ങനെ ഉഴിഞ്ഞു കൊടുക്കും. ഈ സംഭവം എന്ന് പറയുന്നത് ഇലയുടെ പുറത്ത് വെച്ചിരിക്കുന്നത് അരിമാവുണ്ടല്ലോ, അരിമാവിനെ കുറുക്കി അതിൻ്റെ പുറത്ത് ശർക്കര തൂവി അതിൻ്റെ പുറത്ത് നല്ലെണ്ണയും കൂടെ ഒഴിച്ച് തരുന്നതാണ്. അപ്പോൾ അവളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇതും കൂടെ കഴിച്ചിട്ട് ഇറങ്ങാവൂ എന്ന് പറഞ്ഞിട്ട്, അതൊക്കെ തമിഴ്നാട്ടിലുള്ള ആചാരങ്ങളാണ് അതൊക്കെ അവരുടെ. അങ്ങനെ അത് അവളെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് അവളുടെ അമ്മായിയമ്മ കേട്ടോ, കവിയുടെ അമ്മ. ഇതാണ് അമ്മ. പലഹാരം സാരിത്തുമ്പിൽ കെട്ടി കൊടുത്തിട്ടുണ്ട്. കവിത ടാറ്റയൊക്കെ പറഞ്ഞു. കവി കൂടെ വരാൻ പാടില്ല കേട്ടോ. അങ്ങനെ അവളെയും കൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ തിരിഞ്ഞ് നടക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പിന്നെ നല്ലെണ്ണ ഉണ്ട്, നമ്മുടെ നാട്ടിൽ നല്ലെണ്ണ കൊണ്ടിറങ്ങുന്ന ചടങ്ങുണ്ട്, പക്ഷെ അവരുടെ നാട്ടിൽ അങ്ങനെ ഇല്ല. നല്ലെണ്ണ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വഴക്കുണ്ടാവും എന്നൊക്കെ പറയും കേട്ടോ. അതുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലല്ലോ, ഇത് അവരുടെ നാട്ടിൽ ഇങ്ങനെ ചടങ്ങിന് വന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന പൊതിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയവർക്ക് ഒരു 10-30 പൊതി അവർ തന്നേച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കവറിലുണ്ടായിരുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. വെറ്റിയും 2 ചോക്ലേറ്റ്, പിന്നെ കവറിലിരിക്കുന്നത് കുപ്പിവളയും, പിന്നെ ഒരു മഞ്ഞച്ചരടും, പിന്നെ എന്താണ് മഞ്ഞളും ചന്ദനവും, പിന്നെ ഒരു പ്ലേറ്റ്. ഇത്രയും സംഭവങ്ങൾ ഒരു കവറിലിട്ടിട്ട് കൊടുക്കും. ഇത് അവരുടെ നാട്ടിൽ. അപ്പം നമ്മൾ ഇവിടുന്ന് വന്നവർക്കും അവരങ്ങനെ ഒരു 10-30 പൊതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ കോട്ടയം കുമളി വഴിയാണ് കേട്ടോ വന്നത്. അപ്പോൾ മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ കണ്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതിന് മുമ്പേ 2 പ്രാവശ്യം അവരുടെ വീട്ടിൽ വന്നപ്പോഴും നമുക്ക് ഈ മുന്തിരിത്തോട്ടം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഈ വഴി വന്നു. അപ്പോൾ എന്തായാലും ഈ വഴി പോവേയില്ല, അപ്പോൾ എന്തായാലും ഇവിടെ കൂടെ കയറാമെന്ന് വിചാരിച്ചു. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. വെയിലെന്ന് വെച്ചാൽ ആ ഒരു 2:30 ടൈമിലാണ് അവളെ കൊണ്ട് ഇറങ്ങേണ്ടത്. ആ ടൈമിൽ 2:30-3 മണിക്കകത്ത് നമ്മൾ അവളെ കൊണ്ട് ഇറങ്ങി. എന്നിട്ട് ഇവിടെ വന്ന് കയറി കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു. പക്ഷേ ഇതിനകത്ത് അത്ര ചൂടൊന്നുമില്ല, കാരണം ഇങ്ങനെ മുകളിലിങ്ങനെ തോട്ടം ഇങ്ങനെ പടർന്ന് കിടക്കുകയില്ല. അപ്പോൾ പിന്നെ വലിയ ചൂടൊന്നും അതിനകത്തില്ല. പക്ഷേ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കരമായ ചൂടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ വീണ്ടും യാത്ര തുടർന്നു. അവളെയും കൊണ്ട് നമ്മളിതാ ചുരം ഇറങ്ങി പോവുകയാണേ. അങ്ങനെ ഇതാ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചായ കുടിക്കാം എന്നുള്ളൊരു ഇത് വന്നു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് കുറേ കുരങ്ങന്മാർ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ, ശരിക്കും കുരങ്ങന്മാർ കേട്ടോ. നമുക്ക് ഇറങ്ങാൻ തന്നെ ഒരു എന്തായിരുന്നു, വണ്ടി എല്ലാം കൂടെ ഡോറെല്ലാം അടച്ചിട്ടിട്ടാണ് നമ്മൾ പിന്നെ ഇറങ്ങിയത് കേട്ടോ. പിന്നെ ഇതുപോലെ റെസ്റ്റോറൻറ്റ് എടുക്കുക, നമ്മൾ തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കാനാണ് വിചാരിച്ചത്. പിന്നെ ഇവിടെ ആകുമ്പോഴത്തേനും ബാത്റൂമിലൊക്കെ പോകണം ഫെസിലിറ്റീസൊക്കെ ഉണ്ടല്ലോ, ബാത്റൂം ഫെസിലിറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ ഇതുപോലൊരു
റെസ്റ്റോറൻറ്റ് എടുത്തതാണ്. അപ്പം എല്ലാവർക്കും ബാത്റൂമിലൊക്കെ പോയിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാനൊക്കെ കയറി. എന്ത് ഭംഗിയല്ലേ ആ ഹോട്ടലിൽ നിന്ന് നമ്മൾ അതെടുത്തപ്പോൾ. എനിക്ക് സത്യം പറഞ്ഞാൽ നേരിട്ട് കണ്ടതിനേക്കാളും ഈ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ നല്ല ഒരു ഭംഗി പോലെ തോന്നി. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ കുറേ നേരം നമ്മളിങ്ങനെ കാഴ്ചയെ കണ്ട് ആസ്വദിച്ചിട്ട് പിന്നെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ. ഏറ്റവും ബാക്ക് സീറ്റിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങി. ഒരു ഉറക്കം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും ഉറങ്ങി എഴുച്ചപ്പോഴത്തേനും എന്താണ് ഫുഡ് കഴിക്കാനായിട്ടുള്ള സമയമായി കേട്ടോ. ചോറെന്നാണ് എൻ്റെ വായിൽ വന്നത്. ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഫുഡ് നമ്മൾ പത്തനംതിട്ട ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. രാത്രി 8:30-9 മണിയൊക്കെ ആയി. പൊറോട്ടയും ബീഫും. പൊന്നൂസിനാണെങ്കിൽ ദോശ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ദോശ വാങ്ങിച്ചു. പിന്നെ ദോശ വേണമെന്നുള്ളവരുണ്ട്, പിന്നെ പൊറോട്ടയും ചിക്കനും ബീഫൊക്കെ വേണമെന്നുള്ളവരൊക്കെ ഓരോരുത്തരും അവരുടെ ഇഷ്ടം അതെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ 12:30 മണിയായപ്പോഴാണ് കേട്ടോ വീടെത്തിയത്. വീടെത്തിയപ്പോഴുള്ള ചടങ്ങാണിത്. 12:30 മണിയായപ്പോൾ വീടെത്തി. അമ്മ അവൾ അരത്ത ഒഴിഞ്ഞ് അങ്ങനെ കയറ്റുകയാണേ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. 9 മാസം 7 മാസം നമ്മൾ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും വീട്ടിൽ വലതാല് വെച്ച് കയറുന്ന ഗർഭിണിക്ക് ഇതിങ്ങനെ അരത്ത ഒഴിഞ്ഞാണ് കയറ്റുന്നത് കേട്ടോ. അങ്ങനെ 2 സൈഡും വിളക്കൊക്കെ കത്തിച്ചിട്ട് അതിനകത്ത് എന്ത് സംഭവം എനിക്ക് അറിഞ്ഞുകൂടാ. കറുകപ്പുല്ലുണ്ടല്ലോ, അത് ഇങ്ങനെ ഓരോ ഒഴിഞ്ഞിടുമ്പോഴും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് അമ്മ തറയിലൊരു കമത്താണ്. എന്നിട്ട് അതിൽ ഉള്ള തിരിയിലുള്ള ഇതിനെ എടുത്ത് അവൾക്ക് നെറ്റിയിലിട്ട് കൊടുക്കും. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചടങ്ങുകൾ. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല, എനിക്കൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്ക് ടാറ്റ ബൈ, സീ യു.